ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഉപകാരമുള്ള ഒരു വീഡിയോയാണ്. അതായത് മോണരോഗങ്ങൾ, മോണവേദന, അതുപോലെ പല്ല് വേദന, ഇതൊക്കെ തടയാനായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അല്ലെങ്കിൽ പറമ്പിലൊക്കെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് അത്തരം പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് തടയാൻ കഴിയുക, പരിഹരിക്കാൻ കഴിയുക, വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു കാര്യം ഉപയോഗിക്കാം. അതായത് നമുക്കൊരു മൗത്ത് വാഷ് എന്ന രീതിയിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാകും. ഇത്തരം പ്രശ്നങ്ങളൊക്കെ തടയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട, ഈ ഒരു കാര്യം റെഗുലറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ കൂടുതൽ മോശമാവാതെ ഇരിക്കാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇതിനു മുമ്പ് വേദന, പഴുപ്പ് ഇതിനുള്ളൊരു ഹോം റെമഡി ചെയ്തിരുന്നു. അത് നല്ല റിസൾട്ടാണ്, വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടിയെന്നൊക്കെ കമൻറ്റിലൂടെ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഇതുപോലുള്ള ഹോം റെമഡീസ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഈ ഒരു ഹോം റെമഡി തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് മുത്തിൽ അഥവാ കുടവൻ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ഇലകളാണ് വേണ്ടത്. നമുക്കൊരു 5-8 ഇല വരെ എടുക്കാം. ചില സ്ഥലങ്ങളിൽ ഇതിൽ കുടങ്ങൽ എന്നും പറയാറുണ്ട്. നിരവധി ഔഷധ ഗുണങ്ങളുണ്ട്, അതേപോലെ തന്നെ പോഷക ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ ഇത് ചില സ്ഥലങ്ങളിൽ ബുദ്ധിച്ചീര എന്നൊക്കെ പറയും. കാര്യം ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അതുകൂടാതെ നമുക്ക് നേത്രരോഗങ്ങൾ, കുടൽ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പിൽ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ അതിനെ വളർത്തി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, അതിനെ പറിച്ച് കളയാതിരിക്കുക. ശരീരകാന്തിക്കും ശരീരത്തിന് തളർച്ച, ബലക്ഷയം പോലുള്ള അവസ്ഥകൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കുടവൻ്റെ ഇല എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് വേണ്ടത് പച്ചമഞ്ഞൾ ആണ്. പച്ചമഞ്ഞൾ ഒരു കഷ്ണം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് എടുക്കുന്നത്. ഇനി പച്ചമഞ്ഞൾ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റെമഡി എങ്ങനെ ഉണ്ടാക്കും എന്നോർത്താരും വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിലൊക്കെ മഞ്ഞൾപ്പൊടി കാണുമല്ലോ, നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതെടുക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യത്തിനും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്, ആൻറ്റി വൈറൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്ന ആ ഗുണങ്ങളും കൂടി കിട്ടുന്നുണ്ട്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓവറോൾ നല്ലതാണ്. ഈ രണ്ട് കാര്യങ്ങളും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പേടിക്കാതെ നമുക്ക് ഉപയോഗിക്കാം. പച്ചമഞ്ഞൾ നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ ചീവിയിട്ട് ചെറുതായിട്ടൊന്ന് കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ മുത്തിലിൻ്റെ ഇല നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കാര്യം നിലംപറ്റി വളരുന്ന ഒരു സസ്യമായതുകൊണ്ട് തന്നെ പൊടിയൊക്കെ കാണും, അതുപോലെ അഴുക്കൊക്കെ ചിലപ്പോൾ കണ്ടെന്ന് വരും നമ്മൾ നിൽക്കുന്ന സ്ഥലം അനുസരിച്ച്, പ്ലാന്റ് നിൽക്കുന്ന സ്ഥലം അനുസരിച്ച്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് കഴുകി എടുക്കണം. ഞാനിവിടെ 1.25 ഗ്ലാസ് വെള്ളം ഒരു പാനിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പച്ചമഞ്ഞൾ ഇതുപോലെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കുടവൻ്റെ ഇലയിൽ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടപ്പത്ത് വയ്ക്കാം. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിന് ശേഷം തീ കുറച്ച് ഒരല്പസമയം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഏകദേശം 1.25 ഗ്ലാസ് വെള്ളമാണെങ്കിൽ അത് 1 ഗ്ലാസ്സായിട്ട് വറ്റി വരണം. ആ ഒരു രീതിയിൽ നമ്മൾ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മുടെ ഈ വെള്ളത്തിലേക്ക് വരും. അപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു മഞ്ഞ കലർന്നൊരു കളറായിട്ട് വരും. അപ്പോൾ അതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കുക. നമുക്ക് ഇളം ചൂടോടെ ഇത് ഉപയോഗിക്കാം കേട്ടോ. പ്രത്യേകിച്ച് പല്ലുവേദന, അതുപോലെ തന്നെ മോണവേദന കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക്. അല്ലാത്തവർക്ക് യാതൊരു പ്രശ്നവും ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും നമുക്കൊരു മൗത്ത് വാഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതേ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട വിധം എന്ന് പറയുന്നത് നമ്മൾ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. രാവിലെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു ഡ്രിങ്ക് വായിൽ കൊള്ളുക. നമ്മുടെ പല്ലിന് മഞ്ഞ നിറമൊന്നും ആവില്ല, ഇത് മഞ്ഞൾ ചേർത്തതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ടൊന്നും വേണ്ട. നല്ല സൂപ്പർ റിസൾട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. പല്ലിലും മോണയിലും ഉള്ള കീടാണുക്കളൊക്കെ നശിച്ചു പോകാനായിട്ട് ഇത് സഹായിക്കും. പല്ലിന് കേട് വരുന്നത് ഇതുമൂലം നമുക്ക് തടയാനായിട്ടും സാധിക്കും. നമുക്ക് കഴിയുന്നത്ര സമയം വായിൽ കൊള്ളുക. നമ്മൾ സാധാരണ ഉപ്പുവെള്ളമൊക്കെ നമ്മൾ ഗാർഗിൾ ചെയ്തത് അതിന് ശേഷം നമുക്കിത് തുപ്പിക്കളയാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഈ 1 ഗ്ലാസ് വെള്ളം തീരുന്നവരെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനും ഇത് വാങ്ങിയിട്ട് വായിൽ കൊണ്ടു. കാര്യം ഞാനിത് ഇടയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു അറിവ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും
റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് യാതൊരു ചിലവുമില്ലാത്തൊരു സഹായമാണ്. അപ്പോൾ അത് ചെയ്യുക, എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അറിവുകൾ വീഡിയോ കണ്ട എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ നമുക്കുടനെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.